Hello friends, welcome back to the channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ IKEA സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പം എന്തൊക്കെ ഐഡിയാസാ വേണ്ടിയത് അത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം നമുക്ക് നമ്മളുടെ ഈ വീടൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലത്തെ ഐഡിയാസൊക്കെ കിട്ടും. പുതിയ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് ഐഡിയാസ് കിട്ടും. ഇത് UAEയുടെ അലൈൻ്റെ പറയുന്ന സ്ഥലത്തുള്ള IKEA ആണ്. അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ കാണുക. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ലിവിങ് റൂമാണ്. ഇവരുടെ കണ്ടോ ലിവിങ് റൂമിൽ നല്ലതായിട്ടാണ് ഇവർ അടുക്കി പെറുക്കിയാണ് വെച്ചേക്കുന്നത്. നല്ല സൂപ്പർ, നമുക്ക് കാണാൻ നല്ല രസമായിട്ടുണ്ട് ആ ലിവിങ് റൂം. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഇതൊരു സ്റ്റോറാണ്. സ്റ്റോറിനകത്ത് തന്നെ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഐഡിയാസൊക്കെ കിട്ടും നല്ലോണം പുതിയ പുതിയ കിച്ചണൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ. അപ്പം ഇത് കണ്ടോ, നല്ല ഡ്രോവർ, അതിൻ്റെ അറ്റാച്ച്ഡ് തന്നെ ഓവൻ, സ്റ്റൗവ്, പിന്നെ സിങ്ക്, പിന്നെ പൈപ്പൊക്കെ നല്ല ഗോൾഡൻ ബ്രാസ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐഡിയാസാണ് കിച്ചൻ്റെ. ഇത് കണ്ട വാൾ പീസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കിഡ്സൊക്കെ ഡ്രോയിങ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പം ഇത് കിച്ചൻ്റെ നമ്മൾ കണ്ടത്. ഇത് നമുക്ക് ന്യൂ ഐഡിയ ആയിട്ട് തോന്നി എനിക്ക്. നല്ല മിററൊക്കെ വെച്ച് ബെഡ്റൂമിൽ ഒരു ടേബിൾ, ഡ്രസ്സിങ് ടേബിൾ ആയിട്ട്. പിന്നെ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ റൂമാണ് തോന്നുന്നത്. അതിനകത്ത് എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബെഡിൻ്റെ സൈഡ് ടേബിൾ, പിന്നെ മേളിൽ ഒരു ലാമ്പ്, നല്ലതായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. നമുക്ക് ഒരു വീടായിട്ടേ തോന്നത്തുള്ളൂ. ഇത് ഡ്രസ്സിങ് ഏരിയ, ബെഡ്റൂം അറ്റാച്ച്ഡ് ഡ്രസ്സിങ് ഏരിയ വെച്ചേക്കുന്നത് അവർ. സൈഡ് ടേബിളും ഉണ്ട്, പിന്നെ കുറേ കേസസും ഉണ്ട്. അതിനകത്തൊക്കെ പല പല നമുക്ക് വെക്കാൻ പറ്റും ഡ്രസ്സസ് ഒക്കെ. പിന്നെ ഇത് കാണിച്ചേക്കുന്നത് TV ഏരിയ ആണ്. ഇത് കണ്ടോ, TV വെക്കാൻ തന്നെ ഒരു നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഇതാ TV സ്റ്റാൻഡ്. അപ്പം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റീവ് ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് വന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ വീടിന് വേണ്ടിയുള്ള പല പല ഐഡിയാസ്, ഡിഫറെൻ്റ് ഐഡിയാസൊക്കെ കിട്ടും. ഇതൊക്കെ ഷോ പീസുകളാണ് അവർ വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസൊക്കെ ചെയ്യാം. ലാമ്പ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TV സ്റ്റാൻഡുകളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും വരണം, ഒന്ന് വന്ന് കാണണം. കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മളുടെ പുതിയ ഒരു വീടിന് വേണ്ടി ആവശ്യമുള്ളത്. ഇതൊക്കെ സ്റ്റോറേജ് ബോക്സസാണ്. പല ടൈപ്സിലെ സ്റ്റോറേജ് ബോക്സസ് വിത്ത് ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. പിന്നെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, കാക്ടസിൻ്റെ, പിന്നെ മറ്റേ ഫ്ലവേഴ്സ് 2 എണ്ണം. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ബട്ട് കാണാൻ നല്ല രസമുണ്ട്. $15 നമുക്ക് 3 പീസ് പ്ലാന്റ് കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ വീട് ചെറുതല്ലേ, അപ്പം ഞങ്ങൾക്ക് അത്രയും സ്റ്റോറേജ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ മേടിക്കണമെന്നും വെക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് ട്രേ ആണ്. ബേക്കിംഗ് ട്രേസ് നമുക്ക് എയർ ഫ്രയറിനകത്തും വെക്കാം, നമുക്ക് ഓവനകത്തും വെക്കാം. അങ്ങനത്തെ ഒക്കെ പല ടൈപ്സിലെ, പല സൈസിലെ, പല വെറൈറ്റീസ് നമുക്ക് കിട്ടും. കുഞ്ഞിനെ നമുക്ക് വിടാൻ പറ്റത്തില്ല ഇതിനകത്തൊക്കെ. അതൊക്കെ ഗ്ലാസ് ഐറ്റംസാണ്, തട്ടി താഴെ ഇടും അവൻ. അപ്പം കുഞ്ഞിൻ്റെ പപ്പ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു.
ഇതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കിച്ചൺ ഇതുപോലെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ലാമ്പും ഇട്ട് ഡയറക്റ്റ് ലാമ്പിൻ്റെ വെട്ടമാണ് കിട്ടുന്നത് നമ്മൾ പണി ചെയ്യുമ്പോഴൊക്കെ. അങ്ങനത്തെ സൈഡിൽ 2 ചെയറൊക്കെ ഇട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കിച്ചണിൽ ജോലി ചെയ്യാൻ പറ്റും. നല്ല സൂപ്പറായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐഡിയ ആണ് ഇത് കിച്ചണിന് വേണ്ടിയുള്ളത്. എനിക്ക് ഇങ്ങനത്തെ കിച്ചൺ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലതായിട്ടാണ് അവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പിന്നെ ഇത് വാഷ് ഏരിയ ആണെന്ന് തോന്നി എനിക്ക്. ഇത് മൈക്രോവേവ് വെച്ചേക്കുന്ന ടേബിളാണ്. പിന്നെ പല ടൈപ്സിലെ ബേക്കിംഗ് ട്രേസും പാത്രങ്ങളും സ്പൂണുകളും പിന്നെ ചൂട് പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കിട്ടും. IKEA എന്ന് പറയുന്ന ഫുൾ ഹോം അപ്ലയൻസസാണ്. യൂറോപ്യൻ സ്റ്റൈലാണ്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. അവർ ഈ കിച്ചണിനകത്ത് ക്യാബിനറ്റൊക്കെ ഗ്രീൻ കളറിലാണ് വെച്ചേക്കുന്നത്. പിന്നെ കോപ്പർ ബ്രാസ് വെച്ച പൈപ്പും സ്റ്റാൻഡും മേളിൽ സ്പൂണൊക്കെ തൂക്കിയിടാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ ഡൈനിങ് ടേബിൾ വിത്ത് 4 ചെയർസ് 6 ചെയർസ് ഉള്ള ടേബിളുണ്ട്, ഡൈനിങ് ടേബിൾ. പിന്നെ ഇത് വാഷ് ഏരിയ. ഇത് നമ്മളുടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് പ്ലസ് ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇത് ബാത്ത് ടബ്ബാണ്. പിന്നെ കർട്ടൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ജസ്റ്റ് അവർ ഷോ ആയിട്ട് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഒരു മിറർ കിട്ടി എനിക്ക്. അപ്പം നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഫുൾ ഒരു വാളിലുള്ള ഒരു ഹൈറ്റുള്ള മിററായിരുന്നു. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ബെഡ്റൂം ഐഡിയ ആണ്. ഒരു നല്ലൊരു ബെഡ്റൂമാണ്. സൈഡ് ടേബിളുണ്ട്, TV വെക്കാൻ പറ്റും, TVയുടെ താഴെ സ്റ്റാൻഡ് വെക്കാൻ പറ്റും. പിന്നെ ഇത് കോർണർ ടേബിളാണ്. കോർണറിൽ 2 പേർക്കൊരു ടീ ടൈം സ്നാക്സൊക്കെ ഇരുന്ന് നല്ലോണം കുടിക്കാനൊക്കെ പറ്റും. ടീ ടൈം സ്നാക്സ് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കോർണർ ടേബിൾ എന്ന് പറയും നമ്മൾ. പിന്നെ ഇത് നല്ല ഒരു L ടൈപ്പ് സോഫ. ഇതും നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള സോഫയാണ്. അത് നമുക്ക് വെളിയിലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, കോർണർ ഷെൽഫാണ്. കോർണർ ഷെൽഫ് എന്ന് പറഞ്ഞാൽ മേളിലും ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ IKEA. ഇത് പല വെറൈറ്റീസ് ഉള്ള ലാമ്പാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലാമ്പുണ്ട്, ക്രിസ്റ്റൽ ലാമ്പ്. അപ്പോൾ അതെനിക്ക് കാണാനും തൊടാനും നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി. പിന്നെ ഇതൊക്കെ വലിയ വലിയ വീടുകളിനകത്തൊക്കെ ഇങ്ങനെ തൂക്കിയിടാവുന്നതാണ്. പിന്നെ ഇത് ചിമ്നി സ്റ്റാൻഡാണ്. ഇത് നമ്മളെ സ്റ്റഡി ടേബിളൊക്കെയാണ്. കിഡ്സിൻ്റെ റൂം നല്ലോണം ഗ്രീൻ കളറിലെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല റൗണ്ട് ടേബിളും സ്ക്വയർ ടേബിളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ വരുമ്പം പിള്ളേരൊക്കെ കട്ടിലേ കയറി ഇരുന്ന് കളിക്കാൻ തുടങ്ങും. ഇത് ക്രേഡലാണ്. അങ്ങോട്ടും സൈഡിലോട്ട് കൊച്ചുങ്ങൾ മറിയാതെ ഇരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെക്കാവുന്ന ടൈപ്പുള്ള കട്ടിലുകളാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇനിയും വീണ്ടും വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.